നാനോപ്ലാസ്റ്റി ട്രീറ്റ്മെൻറ്റ് മറ്റുള്ളവയിൽ നിന്നും എല്ലാം വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമ്മുടെ ക്യൂട്ടിക്കൽ ഓപ്പൺ ആക്കി ക്യൂട്ടിക്കലിലാണ് നമ്മൾ പ്രോഡക്റ്റ് പെനട്രേറ്റ് ചെയ്യുന്നത്. അതേസമയം നാനോപ്ലാസ്റ്റിയിൽ മാത്രമാണ് കോട്ടക്സിൽ പെനട്രേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നാനോപ്ലാസ്റ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്ലോ ഡ്രൈയും ഡീപ്പ് അയണിങ്ങും കൊടുക്കുന്നത്. അതായത് ബോട്ടോക്സും കെരാറ്റിനും ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അയണിങ് ഇതിന് ആവശ്യമാണ്. കാരണം ഇത് കോട്ടക്സിൽ പെനട്രേറ്റ് ചെയ്യുന്നതിന് ഇത്രയും അയണിങ് അത്യാവശ്യമാണ്. ഈ കോട്ടക്സിൽ പെനട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഹെയർ ഇത്രയും സ്ട്രെയിറ്റ് ലുക്കായിട്ട് കിടക്കുന്നതും ഇത്രയും നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് കിടക്കുന്നതും. ഏതുവിധ ട്രീറ്റ്മെൻറ്റ് ചെയ്തും ഹൈലൈറ്റ് ചെയ്തും അല്ലെങ്കിൽ നമ്മൾ പ്രീലൈറ്റനിങ് ചെയ്തുമെല്ലാം നമ്മുടെ ഹെയറിന് ഡാമേജസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാമേജസ് എല്ലാം ക്ലിയർ ആക്കുന്നതിന് നാനോപ്ലാസ്റ്റി ട്രീറ്റ്മെൻറ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ലോങ് ലാസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് നാനോപ്ലാസ്റ്റിയ.